ഹായ് ഗായ്സ്, വെൽക്കം ടു കറി ലീവ്സ് റെസിപ്പി വിത്ത് ഉഷ. ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത് നെൽകൃഷി ഭാഗം 2. ഇതിൽ നമ്മൾ കാണാൻ പോകുന്നത് പുൽവെട്ടലാണ്. ഭാഗം 1 കാണാത്തവർ മേലെയുള്ള ഐക്കാർഡ് ക്ലിക്ക് ചെയ്താൽ കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി തോട്ടത്തു കൂടെ പാടത്തേക്ക് പോകണം. പുൽ വെട്ടാൻ വേണ്ടി വന്ന ആളാണിത്. കയ്യിൽ പുൽ വെട്ടുന്ന മെഷീനുണ്ട്, പെട്രോളുണ്ട്. ഈ മെഷീൻ കൊണ്ടാണ് പുൽ വെട്ടി ശരിയാക്കാൻ പോകുന്നത്. അയാളുടെ പുറകെ നമുക്കും നടക്കാം. ഇങ്ങനെ തോട്ടത്തിൽ കൂടെ നടക്കുമ്പോൾ കവുങ്ങ്, തെങ്ങ്, വാഴ, മാവൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇനി ഈ കാണുന്നതാണ് കുളം. ഈ കുളത്തിലെ വെള്ളത്തെ എടുത്തിട്ടാണ് നമ്മുടെ തോട്ടമൊക്കെ നനയ്ക്കാറ്. അപ്പൊ നമ്മൾ അത് കൂടെ വന്ന് പാടത്തേക്ക് എത്തിയിരിക്കുന്നു. ഈ കാണുന്ന 2 പേരും ഏതൊക്കെ വരമ്പിലുള്ള പുൽ വെട്ടണം, എന്തൊക്കെ ചെയ്യണം എന്നുള്ള ഡിസ്കഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പുൽ വെട്ടുന്ന മെഷീനിലേക്ക് പെട്രോൾ ഒഴിച്ച് മെഷീൻ റെഡിയാക്കുകയാണ്. ഉഴുതു മറിച്ച കണ്ടങ്ങളുടെ ഇടയിലും സൈഡിലൊക്കെയുള്ള വരമ്പ് നേരേക്കണം. വരമ്പ് നേരേക്കണമെങ്കിൽ അതിൻ്റെ മുകളിലുള്ള പുല്ലൊക്കെ ഒന്ന് വെട്ടി ശരിയാക്കണം. അതാണ് ഇവിടെ 2ാം ഘട്ടം പണി. ആ വരമ്പ് കൂടെയാണ് ഒരു കണ്ടത്തിൽ നിന്ന് മറ്റേ കണ്ടത്തേക്ക് നമുക്ക് നടന്നു പോകാൻ പറ്റുള്ളൂ. അപ്പോൾ മെഷീൻ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പുൽ വെട്ടിന് കാഴ്ച ഒന്ന് കാണാം. പണ്ടൊന്നും ഇതുപോലെ പുൽ വെട്ട് മെഷീനൊന്നും ഇല്ലല്ലോ. ആളുകൾ അരിവാൾ കൊണ്ടാണ് വെട്ടാറ്. ഇപ്പം മെഷീൻ കൊണ്ട് വെട്ടുന്നതുകൊണ്ട് വളരെ പെട്ടെന്ന് നമുക്ക് വെട്ടി ശരിയാക്കാൻ പറ്റും. സമയവും ലാഭം, പണിയും കുറയും. കറി ലീവ്സ് റെസിപ്പി വിത്ത് ഉഷ ഒരു കുക്കിംഗ് ചാനലാണ്. എന്നാൽ ഇതിൽ നെൽകൃഷിയുടെ വീഡിയോസ് ഇടാൻ കാരണം നമ്മൾ ദിവസേന കഴിക്കുന്ന അരി, റെസിപ്പിയിലൊക്കെ ഉപയോഗിക്കുന്ന അരിയും നെല്ലൊക്കെ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് അറിയാത്തവരുണ്ടാവും, കാണാത്തവരുണ്ടാവും. അവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ചാനൽ ആദ്യമായി കാണുന്നവരും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും ഈ വീഡിയോയുടെ താഴെ കാണുന്ന ചുവന്ന സബ്സ്ക്രൈബ് ബട്ടണും അതിനരികിലുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് അമർത്തിയാൽ നിങ്ങൾക്ക് പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ഉടനെ കിട്ടുന്നതായിരിക്കും. കൂടാതെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ ലൈക്കും കമൻറ്റും ചെയ്താൽ വളരെ ഉപകാരമായിരിക്കും. അപ്പോൾ നമ്മുടെ നെൽകൃഷിയുടെ 2ാം ഘട്ടമായ പുൽവെട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിൽ നമ്മൾ കാണുന്നത് നെൽകൃഷി ഭാഗം 1 ഉഴുതു മറിച്ച കണ്ടങ്ങളാണ്. അതിൽ അന്ന് വളർന്നു നിന്നിരുന്ന പുല്ലൊക്കെ ഉഴുതു മരയ്ക്കുമ്പോൾ കണ്ടത്തിൽ വീണ് കിടക്കുന്നത് കാണാം. അത് വെള്ളത്തിൽ അലിഞ്ഞു കിടക്കുന്നുണ്ട്. അത് ഒരാഴ്ച 10 ദിവസം ആകുമ്പോഴേക്കും വെള്ളത്തിൽ നന്നായി അലിഞ്ഞ് വാളായി മാറും. അത് അടുത്ത തവണ നമ്മൾ നെൽകൃഷി ചെയ്യുമ്പോൾ അത് നെല്ലിന് വളരെ നല്ലതാണ്. അപ്പോൾ നമ്മുടെ നെൽകൃഷിയുടെ പുൽവെട്ടൽ 2ാം ഘട്ടം കഴിഞ്ഞിരിക്കുന്നു. ഇനി വീണ്ടും അടുത്ത ഘട്ടം പണിയിൽ നമുക്ക് കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.